ഹലോ ഹാപ്പി ഈവനിങ് എല്ലാവർക്കും. ഇന്നത്തെ മൺഡേ എങ്ങനെ പോകുന്നു? വീക്കെൻഡ് ഓഫായിരുന്നവരൊക്കെ ബാക്ക് ടു വർക്ക് ആയില്ലേ മൺഡേ? പക്ഷെ എന്നെപ്പോലെ നേഴ്സസ് ആണെങ്കിൽ വീക്കെൻഡും വീക്ക് ഡേ എന്നൊന്നും ഇല്ല അല്ലേ. പക്ഷേ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, ഏത് ജോലിയിലാണേലും മൺഡേ ജോലിക്ക് പോകാൻ എല്ലാവർക്കും ഒരു മടിയാണ്. ഐ ഡോണ്ട് നോ, ഈവൻ ലാസ്റ്റ് സൺഡേ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടി മൺഡേയിലെ വർക്കിന് എല്ലാവർക്കും എന്തോ ഒരു ബുദ്ധിമുട്ടാണ് മൺഡേയിൽ പോയി ജോലി ചെയ്യാനായിട്ട്. എനിവേ, ഞാൻ ലക്കിയായിരുന്നു, എനിക്കിന്ന് ഓഫായിരുന്നു. സോ ഇന്നത്തെ ലൈവ് കുറച്ച് ഡിഫറെൻ്റ് ആകാമെന്ന് ഓർത്തു. കാരണം ഞാനിപ്പോൾ എൻ്റെ മോനെ സോക്കർ ക്ലാസ്സിന് വന്നേക്കാം. സോ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈവ് വന്ന് സംസാരിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഹോപ്പ് ഇറ്റ് വാസ് എ ഗുഡ് ഡേ. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് ഓർത്ത ടോപ്പിക്ക് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, വിച്ച് ഈസ് പ്രോകാസ്റ്റിനേഷൻ. എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു കാര്യം ചെയ്യണം, നമ്മളെന്തായാലും അത് ചെയ്യണം എന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും അതിനെ ഇപ്പം ചെയ്യാതെ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. നാളെ ആകുമ്പോൾ വിചാരിക്കും, ഓഹ് ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ല, മറ്റന്നാളാവട്ടെ. അങ്ങനെ തള്ളി നീക്കി അതിനെ ഒരു പോയിന്റിലെത്തിക്കും. ഇന്ന് ചെയ്തില്ല എങ്കിൽ ഇത് നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ അതങ്ങ് ചെയ്യും. പണ്ട് തൊട്ടേ ഞാൻ ശീലിച്ചു വന്നൊരു കാര്യമാണ്. ഈവൻ ലൈക്ക് എൻ്റെ അക്കാഡമിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഡെയിലി കുറേശ്ശെ പോർഷൻസ് പഠിച്ച് പോകേണ്ടതിന് പകരം ഞാൻ സ്റ്റഡി ഹോളിഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം വെറുതെ നടക്കും, എന്നിട്ട് ലാസ്റ്റത്തെ 10 ദിവസം കുത്തിയിരുന്ന് കമന്ന് കിടന്ന് പഠിക്കും, എന്നിട്ട് പോയി എഴുതും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഇതേ രീതിയിൽ ഞാൻ ഡെയിലി കുറച്ച് പഠിച്ചിരുന്നെങ്കിൽ എന്തായേനെ ആ റിസൾട്ട്. പാസ്സാകാറുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത മാർക്ക് നല്ല രീതിയിൽ കിട്ടും. പക്ഷെ എന്നാലും കുറച്ചുകൂടെ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ മാറ്റി വെക്കാതെ ആദ്യത്തെ ദിവസം തൊട്ട് പഠിച്ചിരുന്നെങ്കിൽ ഏത് ലെവലിൽ പോകാൻ പറ്റുമായിരുന്നു. സോ ഈ പ്രോകാസ്റ്റിനേഷൻ കൊണ്ട് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടാതെ പോയ എത്ര പേരുണ്ട്? അതിലൊരാളാണ് ഞാൻ. കാരണം എല്ലാം ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് സെക്കൻഡ് ചെയ്യാനായിട്ട് മാറ്റി കാര്യങ്ങളെ വെക്കാറുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്ത് നമുക്കെല്ലാവർക്കും ഒരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ 2 രീതിയിൽ നമുക്ക് പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാം. ഒന്ന് ചിലപ്പം തീരുമാനങ്ങളുടെ കാര്യത്തിലായിരിക്കും, കോഗ്നിറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഡിലേ ചെയ്യും. അതിപ്പം തീരുമാനിക്കണ്ട, കുറച്ച് ദിവസം പോട്ടെ, മനസ്സിലിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഡിലേ ചെയ്ത് വിടും. അതല്ലാതെ നമ്മൾ അതിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ അപ്പം തന്നെ ഇത് ചെയ്ത് ഓക്കെ ഐ എം ഗോൺ ഗോ ഫോർ ഇറ്റ്, അല്ലെങ്കിൽ വേണ്ട, നോ, ജസ്റ്റ് മേക്കപ്പ് യുവർ മൈൻഡ്. അതിനിങ്ങനെ വെറുതെ എങ്ങും ഇല്ലാതെ ഇടുന്നതിന് പകരം. രണ്ടാമത്തേത് ബിഹേവിയറൽ പ്രോകാസ്റ്റിനേഷൻ. അതാണ് നമ്മുടെ ആക്ഷൻസിനെ ഡിലേ ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, ബട്ട് അതിനെ ഇങ്ങനെ വെച്ച് നീട്ടി എന്തേലും വേറെ ഒരു വഴിയില്ലാന്ന് കാണുമ്പോൾ ചെയ്ത് എങ്ങനെയും ഒപ്പിക്കുന്ന ഒരു രീതി, അതും മാറ്റുക. ഓക്കെ, സോ അതാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ദി എഫക്റ്റ് ഓഫ് വർക്കിംഗ് സ്മോൾ ബട്ട് എവറി ഡേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഇസ് സോ മച്ച് ഡിഫറെൻറ്റ് ടു ദാൻ ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് യു ഹാവ് ടു വർക്ക് ടുഗെദർ ഇൻ എ ബൾക്ക്. അതിൻ്റെ എഫേർട്ടും വേറെയാണ്, അതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും വേറെയാണ്. സോ ഐ നോ ഇറ്റ്സ് ബോറിംഗ് ടു സൗണ്ട് കൺസിസ്റ്റൻസി, റെഗുലർ എന്ന് പറയുന്ന ബോറിംഗ് ആണേലും അതാണ് കൂടുതൽ മൊമെൻറ്റും ഇമ്പാക്റ്റും തരുന്നത്. അത് ബിസിനസ്സിൽ വന്നതിന് ശേഷം ടീം വർക്കിലൂടെയും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ വോണ്ടഡ് ടു ഷെയർ വിത്ത് യു ഗൈസ്. സ്റ്റാർട്ട് അപ്ലൈയിങ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അപ്പം കണ്ട ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ് ഓസ്ട്രേലിയയിൽ. ലുക്ക് അറ്റ് ദാറ്റ് സ്കൈ ആൻഡ് ദ ഗ്രീൻ ഗ്രാസ്. ഞാനതിങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റെ മോൻ്റെ ചാട്ടോട്ടമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. സോ ലെറ്റ് മീ കണ്ടിന്യൂ ദാറ്റ്. ലവ് യു ഓൾ. സീ യു. ബൈ.